നമ്മുടെ കോഴിക്കോട് വൈറലായ ഒരു ബിരിയാണി സ്പോട്ടിലാട്ടോ ഞാനുള്ളത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇത് കാണുമ്പോൾ തന്നെ കുറേ പേർക്കൊക്കെ മനസ്സിലായിണ്ടാവും ഇതിപ്പോൾ എവിടെയാണെന്ന്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അലീഖാൻ്റെ ബിരിയാണി പീടികയിലാട്ടോ. ഇവിടെ നല്ല അടിപൊളി ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ ബീഫ് ബിരിയാണി ആയിക്കോട്ടെ 100 രൂപയായിട്ടോ വരുന്നത്. അത് വാഴൻ്റെയിലൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് തൈരും അച്ചാറൊക്കെ വിളമ്പി നമ്മുടെ അലീഖ വന്നിട്ട് ബിരിയാണി കൊണ്ട് തട്ടി തരും കേട്ടോ. ഞാൻ ബീഫ് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. ബീഫ് ബിരിയാണിക്ക് 100 രൂപയായിട്ടോ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ബീഫ് ഉണ്ടായിരുന്നു. റൈസാണെങ്കിൽ അത്യാവശ്യം വയറ് നിറച്ച് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബീഫിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു കേട്ടോ. തൊടുമ്പം തന്നെ അങ്ങനെ പൊളിഞ്ഞു പോരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ബീഫ്. പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിക്ക് 100 രൂപയാണ് വരുന്നത്. സംഭവം നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ ബീഫ് ബിരിയാണി ആയിക്കോട്ടെ ചെറിയൊരു പീസ് ചിക്കൻ വറുത്തത് ഉണ്ടാവും കേട്ടോ കൂടെ. അപ്പോൾ നമ്മുടെ അലീഖാൻ്റെ ബിരിയാണി പീടി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അലീഖാൻ്റെ ബിരിയാണി നടിച്ച് അവിടെ എത്തുന്നതാണ്. പിന്നെ കോഹിനൂർ ബസാർ അവിടെയായിട്ട് വരുന്നത്. ഒരു പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് അലീഖാൻ്റെ ബിരിയാണി സെൻറ്റർ വരുന്നത്. അവിടേക്ക് ഒരു ചെറിയ ഒരു കോണിയിലൂടെ കയറിയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ബുധനാഴ്ച പോകേണ്ടി നല്ല നെയ്ച്ചോറ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അലീഖാൻ്റെ ബിരിയാണി ഷോപ്പ് കയറിയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോകണം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.